കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ചേട്ടാ, എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് എൻ്റെ മോളെടുത്ത് വിളിച്ചിട്ട് പറയാം, എടി നിന്നെ കാരണമാണ് ഞങ്ങൾ ജീവിക്കാൻ പറ്റും, നീ ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട അതും ഇത് നല്ല വിളിച്ച് പറയേണ്ട പൊടി കുഞ്ഞിനോടത്ത് വിളിച്ചിട്ട് പറഞ്ഞതവൻ നീ പൊറോട്ട മറ്റേത് മറിച്ചെന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് നിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് വീടൊക്കെ വെച്ചു തന്നെ, ഇനി നീ അങ്ങനെ വിളിച്ച് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ പേടിപ്പിക്കും. കുഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം ശനി ഞായറും എൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്. ശനി ഞായറും വന്ന് നിൽക്കുമ്പോൾ പഠിപ്പിക്കാൻ തന്നെ പേരും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചിരുത്തിയിട്ട് ആദ്യമൊക്കെ ഞാനത് ചിന്തിക്കുന്ന പോലുമില്ല ഫിറോസ് ഇങ്ങനെ ചിന്തിക്കും എന്നുള്ളത്. കുഞ്ഞിനെ പഠിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞിനെ അടിക്കുമ്പോഴത്തേക്കും എന്തോ അടുത്ത ആഴ്ച വരുമ്പോൾ കുഞ്ഞിന് പേടി വരും ഇങ്ങോട്ട് വരാൻ, സൈക്കോ രീതിയിൽ. കാരണം കുഞ്ഞിനെ പഠിപ്പിക്കാൻ വരുത്തുമല്ലേ, അന്നേരം പഠിപ്പിക്കാൻ ഇരുത്തുന്ന പേരും പറഞ്ഞു കുഞ്ഞിനെ അടിക്കുമ്പോൾ കുഞ്ഞിന് പേടി അടുത്ത ആഴ്ച വരുമ്പോൾ. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് വരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ എൻ്റെ ചേട്ടൻ ഞാൻ കണ്ടിട്ടുള്ള ഫോണിൽ കൂടെ ഞാൻ വിളിച്ച് ചോദിക്കുന്നു, മോൾ എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പം ഞാൻ വരുന്നില്ല എന്ന് കുഞ്ഞ് പറഞ്ഞ സമയത്ത് ബാക്കിൽ കൂടെ വന്നിട്ട് കുഞ്ഞിനെ മറ്റേ റൂഡായിട്ട് നോക്കുക. ഇവനെ നോക്കുമ്പോൾ എനിക്ക് ഈ ക്യാമറ കൂടെ കാണത്തില്ല, ഇവൻ മറന്നുപോയോ ക്യാമറ കാണുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ അതും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു. എന്നിട്ട് ഈ പ്രശ്നം കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് പിന്നെ അതും പറഞ്ഞുകൊണ്ട് തർക്കുക. ഇവൾ മരിച്ചു പോയായിരുന്നെങ്കിൽ, ഇവൾ ചത്തുപോയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നന്നായനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ഭയങ്കര ഹറാസ് ചെയ്തിട്ടാണ് പറയുന്നത്. മെൻ്റൽ ഹറാസ് ഭയങ്കരമായിട്ട് എൻ്റെ കുഞ്ഞിനെ ചെയ്തിട്ടുണ്ട് ചേട്ടാ. എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാനും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വിടാതിരിക്കാനും അങ്ങനെ കുറേ മെൻ്റൽ ഹറാസ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്.